തൃശൂർ മാന്നാമംഗലം പള്ളിത്തർക്കത്തിൽ താൽക്കാലിക പരിഹാരം. ചർച്ചയിൽ കലക്ടർ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കുന്നുവെന്ന് യാക്കോബായ വിഭാഗം പറഞ്ഞു. നാളെ കുർബാന നടത്താൻ അനുവദിക്കണമെന്ന യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം ജില്ലാ കലക്ടർ തള്ളി. ഒരു കോടതി ഉത്തരവിന്റെ പുറത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, അതിന്റെ ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ആർക്കാണ് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം കിട്ടുന്നത് അവർക്ക് മുന്നോട്ട് പോവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആരെങ്കിലും നാളെ അതിൽ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു വിഭാഗം ഒരു ക്ലാഷ് ഉണ്ടാക്കും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ സജസ്റ്റ് ചെയ്തു. ഒരു രണ്ട് പാർട്ടിക്കാരും സമ്മതിക്കുമായിരുന്നു അതിന് വിഡ്രോ ചെയ്യാമെന്നുള്ളത്. സുവി വിശ്വനാഥ് വിശദാംശങ്ങളുമായി ചേർന്നു. സുവി, എങ്ങനെയാണ് താൽക്കാലികമായി ഒരു പരിഹാരം കണ്ടെത്തിയത്? വിവരങ്ങൾ. ധന്യ, തർക്കം നിലനിൽക്കുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ഇരു വിഭാഗങ്ങളും മാറി നിൽക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിലപാടാണ് പ്രശ്നത്തിന് താൽക്കാലിക വിരാമമിട്ടത്. ഇന്നലെ മുതൽ തന്നെ ഇന്നലെ നടന്ന സമാധാന ചർച്ചയിലും കലക്ടറുടെ നിലപാട് ഇതായിരുന്നു. എന്നാൽ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം യാക്കോബായ സഭ ഇന്നലെ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചർച്ച നടന്നത്. രേഖാമൂലം ഇക്കാര്യം അറിയിക്കണം എന്നും കലക്ടർ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ചർച്ചയ്ക്കെത്തിയ യാക്കോബായ വിഭാഗക്കാർ കലക്ടറുടെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു. എന്നാൽ നാളെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണം എന്ന് കലക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു. 2000-ഓളം വരുന്ന വിശ്വാസികൾക്ക് ശവസംസ്കാര ശുശ്രൂഷകൾ നടത്താനും കോടതി വിധി വരുന്നതുവരെ നടത്താനും അനുമതി വേണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കലക്ടർ തള്ളുകയായിരുന്നു. മറ്റു വഴിയില്ലാതെയാണ് ഇപ്പോൾ യാക്കോബായ നേതൃത്വം പിൻവാങ്ങിയിരിക്കുന്നത്. ഒപ്പം കൂടാതെ ഈ പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരമായതായും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥന നടത്തുന്ന കാര്യത്തിൽ യാക്കോബായ വിഭാഗം കോടതിയെ സമീപിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. യാക്കോബായ വിഭാഗക്കാർ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ അനുമതി നൽകരുതെന്ന് ഓർത്തഡോക്സ് വിഭാഗവും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ പള്ളിയിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. സംഘർഷത്തെ തുടർന്നാണ് ജില്ലാ കളക്ടർ സമാധാന ചർച്ച വിളിക്കുകയും ഇത്തരത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ധന്യ. ശരി സുവി. കുറുവിലങ്ങാട് മഠത്തിൽ നിന്ന് സ്ഥലം മാറ്റിയ കന്യാസ്ത്രീകൾ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കുറുവിലങ്ങാട് മഠത്തിൽ തന്നെ തുടർന്ന് താമസിക്കാൻ വഴിയൊരുക്കണമെന്നാണ് പ്രധാന ആവശ്യം. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ സാക്ഷിമൊഴി നൽകിയ ശേഷം യാത്രയ്ക്കും മരുന്നിനും പോലും സഭ പണം അനുവദിക്കുന്നില്ലെന്നും കത്തിൽ പരാതിപ്പെടുന്നു. ബലാത്സംഗ കേസ് അട്ടിമറിക്കാനാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നിരന്തരം ശ്രമിക്കുന്നത്. പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോയെ സഹായിക്കുന്ന സമീപനമാണ് സഭയും സ്വീകരിക്കുന്നത്. സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ നിരന്തര ഭീഷണിയുണ്ട്. കേസിലെ പ്രധാന സാക്ഷികളായവരെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമാണ് ഇപ്പോഴത്തെ സ്ഥലം മാറ്റ നടപടി. ഇതിലൂടെ ഇരയായ കന്യാസ്ത്രീയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം. അതുകൊണ്ട് കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടർന്ന് താമസിക്കാനുള്ള അവസരമൊരുക്കുന്നതിന് ഇടപെടണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കന്യാസ്ത്രീകൾ അഭ്യർത്ഥിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ബിഷപ്പിന്റെ താളത്തിനൊത്ത് തുള്ളുന്നയാളാണ് മദർ സുപ്പീരിയർ എന്നും കത്തിൽ പറയുന്നു. കേസിലെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കുറവലങ്ങാട്ടെ 4 കന്യാസ്ത്രീകളും ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയും മുഖ്യമന്ത്രിക്ക് പ്രത്യേകം കത്ത് നൽകിയിട്ടുണ്ട്. കത്തിന്റെ കോപ്പി DGPക്കും വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കും അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മനുഷ്യക്കടത്തിൽ നിർണായക വഴിത്തിരിവ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ ഏജന്റുമാരുടെ പേരുകൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഡൽഹിയിൽ പിടിയിലായ പ്രഭു എസ് ദണ്ഡപാണിയാണ് ശ്രീകാന്തിന് പുറമെയുള്ള ഇടനിലക്കാരുടെ പേരുകൾ ന്യൂസ് 18നോട് പറഞ്ഞത്. 1000 പേരെ ന്യൂസിലാൻഡിലേക്ക് ആവശ്യമുണ്ട് എന്ന് ഓൺലൈനിൽ വിവരം നൽകിയായിരുന്നു മനുഷ്യക്കടത്ത്. മുനമ്പം മനുഷ്യക്കടത്തിനെ കുറിച്ച് ഡൽഹിയിൽ അറസ്റ്റിലായ പ്രഭു എന്ന ദണ്ഡപാണി പറയുന്നത് ആരൊക്കെയായിരുന്നു ഇടനിലക്കാർ? रविंद्र और श्रीकांत. എങ്ങനെയാണ് രവീന്ദ്രയിലേക്കും ശ്രീകാന്തിലേക്കും എത്തിയത്? गवर्नमेंट ने बोला है कि 2019 से 2020 तक मैं 1000 इंसान को मैं पीपल को ले सकता हूँ, तुम आओ, ऐसे बोला है. उसमें नेट में डाल रखा है. तो उसलिए ये अरेंजमेंट करके
മുൻപ് സമാനമായ യാത്രകൾ നടത്തിയിരുന്നു. इससे पहले भी 3 बोट ऑस्ट्रेलिया गया था, इसी बंदे ने भेजा था ऑस्ट्रेलिया. എന്തുകൊണ്ടാണ് ഇത്തവണ പ്രഭു പോകാത്തത്? हम नया शिप देख के ना भैया हमको थोड़ा डर लग गया कि इतना दूर है, इतना छोटा शिप है, इसलिए हम करने पे हमने बोला हमारे बच्चे दीदी को उतार दो. എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് തെരഞ്ഞെടുത്തത്? ऑस्ट्रेलिया में कोई बंदा आ नहीं सकता, तो इसलिए न्यूजीलैंड जाने के लिए इन्होंने प्रोग्राम बनाया. ന്യൂസിലാൻഡിലേക്ക് പുറപ്പെട്ടവരിൽ 100 സ്ത്രീകളുണ്ടെന്നാണ് പ്രഭുവിന്റെ വെളിപ്പെടുത്തൽ. लेडीज कम से कम नहीं तो 100. ബോട്ടിന്റെ അടിത്തട്ടിൽ വരെ സ്ഥലമുണ്ടാക്കിയാണ് ആളുകളെ കുത്തിനിറച്ചതെന്നാണ് പ്രഭു പറയുന്നത്. പ്രഭുവിന്റെ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത് അതീവ ഗൌരവമേറിയ സുരക്ഷാ വീഴ്ചയിലേക്കും മനുഷ്യാവകാശ ലംഘനത്തിലേക്കുമാണ്. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ ആദ്യ അറസ്റ്റാണ് ഡൽഹിയിൽ കേരള പോലീസ് രേഖപ്പെടുത്തിയത്. മുനമ്പത്തെത്തിയ ശേഷം ഭയന്നു പിന്മാറിയ പ്രഭുവിന്റെ അറസ്റ്റോടെ കേസിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് സംഘം സാഹസികമായി വിദേശത്തേക്ക് പുറപ്പെട്ടതെന്നായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം. പ്രധാന പ്രതികളെക്കുറിച്ച് കൃത്യമായി ധാരണ ലഭിച്ചതായി റൂറൽ SP രാഹുൽ ആർ നായർ പറഞ്ഞു. ഡൽഹിയിലെത്തിയ കേരള പോലീസ് സംഘം അതീവ സാഹസികമായാണ് പ്രഭുവിനെ കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഏജന്റുമാർക്കുമൊപ്പം മുനമ്പത്തെത്തിയ ആളാണ് പ്രഭു. ബന്ധുക്കളെ കയറ്റിവിട്ട ശേഷമാണ് പ്രഭു ഡൽഹിക്ക് മടങ്ങിയത്. മുമ്പും ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള പ്രഭുവിന് മനുഷ്യക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. വീട്ടുകാരുടെ വാക്ക് കേൾക്കാതെയാണ് ന്യൂസിലാൻഡിലേക്ക് ആളുകൾ പോയതെന്ന് പ്രഭുവിന്റെ അമ്മ ന്യൂസ് 18 പറഞ്ഞു. ആസൂത്രണം അറിഞ്ഞില്ല, പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഇവർ വിദേശത്ത് പോയതെന്നായിരുന്നു പ്രതികരണം. अब बच्चे लालच दिया, कैसे गया ये हमें पता नहीं है. यहाँ से चले गए, हम यहाँ से जब गए थे जब ये यही बोला हम यहाँ से घूमने जा रहे हैं. बाद में पता चला एक एक जो कोई आ रहा है कोई जा रहा है, जब पता चल रहा है कहीं निकल गए बच्चे. अब ये पता नहीं कहाँ निकल गए ये नहीं. കുടുംബത്തിൽ നിന്ന് 5 പേർ പോയതായി പ്രഭുവിന്റെ അമ്മയുടെ സഹോദരി സരസ്വതി ന്യൂസ് 18 വെളിപ്പെടുത്തി. സരസ്വതിയുടെ മക്കളായ സുനിൽകുമാറും സുജിത്തും സംഘത്തിലുണ്ട്. என் பரிவாரில் என் மருமைய, என் மக, என் பேரை, என் மைங்க 2 பேர். அதுதான் என் குடும்பத்தில் மொத்தம் 5 பேர் போயிருக்காங்க. இந்த ஊரில் பிழைக்க வழியிலன்ட்டு சொல்லாமல் கொள்ளாமல் பிழைக்க வழியிலன்ட்டு அவங்களே கிளம்பி போயிட்டாங்க. அவங்க கொஞ்சம் பெரிய பையங்கள் ஆயிட்டாங்க. அவங்களுக்கு ரெக்க முளைச்சிருச்சுன்னு அவங்களே எங்களையே விட்டுட்டு போயிட்டாங்க. எங்களையே அவரையும் என்னையும் விட்டுட்டே போயிட்டாங்க. പ്രധാന പ്രതികളെക്കുറിച്ച് കൃത്യമായി ധാരണ ലഭിച്ചതായി റൂറൽ SP രാഹുൽ ആർ നായർ പറഞ്ഞു. അന്വേഷണത്തിനെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അത് പുരോഗമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രഭുവിനെ ചോദ്യം ചെയ്തതിലൂടെ രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് സൂത്രധാരന്മാരെന്ന് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു. കേരളത്തിലെത്തി ന്യൂസിലാൻഡിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ തികച്ചും ആസൂത്രിതമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇതിന്റെ സൂത്രധാരകരെ പിടികൂടുക എന്നതാണ് പോലീസിന് മുന്നിൽ ഇനിയുള്ള വെല്ലുവിളി. അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ പ്രഭു അറിയപ്പെടുന്നത് പല പേരുകളിലാണ്. ദീപക് എന്നും സുന്ദർലിംഗം എന്നുമൊക്കെ അറിയപ്പെടുന്ന പ്രഭു അറസ്റ്റിലായത് ന്യൂസ് 18 നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ്. അംബേദ്കർ നഗർ കോളനിയിൽ ന്യൂസ് 18 2 ദിവസമായി നടത്തിയ അന്വേഷണത്തിൽ ഡൽഹി പോലീസിന്റെ അടക്കം വീഴ്ചകളാണ് വ്യക്തമാകുന്നത്. ആദ്യം ലഭിച്ചത് ഒരു നമ്പർ, പേര് ദീപക്. മുനമ്പത്ത് നിന്ന് മടങ്ങി ഡൽഹിയിലേക്ക് വരുന്ന യുവാവ്. വിളിച്ചപ്പോൾ പദ്ധതിയുടെ ഏകദേശ രൂപരേഖ വെളിപ്പെടുത്തി. എല്ലാ രേഖകളുമുണ്ട്. അടുത്ത ദിവസം രാവിലെ അംബേദ്കർ നഗർ കോളനിയിലെ 203 നമ്പർ വീട്ടിൽ വന്നാൽ രേഖകൾ നൽകാം, ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാം. ദീപകിനെ കാണാൻ ഞങ്ങൾ 7 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ സ്ഥലത്തിൽ നിന്ന് മറുപടി, ഫോൺ സ്വിച്ച്ഡ് ഓഫ്. ദീപകിനെ ആർക്കും അറിയില്ല. വിവരങ്ങൾ പലർക്കും അറിയാമെന്ന് തോന്നിയെങ്കിലും ആരും തുറന്നു പറയാൻ തയ്യാറല്ല. ആരെയോ ഭയക്കുന്നത് പോലെ. വാട്സാപ്പിലെ പ്രൊഫൈൽ ചിത്രം കാണിച്ചപ്പോൾ അയൽവാസികളിൽ ചിലർ പറഞ്ഞു, ഇത് ദീപകല്ല, സുന്ദർലിംഗമാണെന്ന്. ഞങ്ങളുടെ അന്വേഷണം അങ്ങനെ സുന്ദരത്തിലേക്കായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രദേശമായതിനാൽ ശ്രദ്ധയോടെയായിരുന്നു നീക്കം. ഭാര്യ സരസ്വതിയുടെ നിയന്ത്രണത്തിലുള്ള കറുപ്പസ്വാമി കോവിലിൽ ഞങ്ങളെത്തി. സുന്ദർലിംഗം മധുരയിൽ ഒരു കുടുംബച്ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് മറുപടി. സരസ്വതിയും സഹോദരിയും മക്കളും ബന്ധുക്കളും വിദേശത്തേക്ക് പോയ കാര്യം സ്ഥിരീകരിച്ചു. വിലക്കിയിട്ടും മക്കൾ പോയതിലുള്ള സങ്കടവും ഇരുവരും പങ്കുവച്ചു. പിന്നീട് അയൽവാസികളോട് അന്വേഷിച്ചപ്പോഴാണ് ദീപക് തന്നെയാണ് പ്രഭു എന്ന് വ്യക്തമായത്. പ്രഭുവിന്റെ അമ്മയാണ് ഞങ്ങളോട് സംസാരിച്ചവരിൽ ഒരാളെന്നും വാട്സാപ്പിൽ പ്രൊഫൈൽ ചിത്രമായി ഉപയോഗിച്ചിരുന്നത്
വല്യച്ഛൻ സുന്ദർലിംഗത്തിന്റെ ഫോട്ടോ. 2 ദിവസമായി ന്യൂസ് 18 നടത്തിയ ഫോൺ സംഭാഷണത്തിലെ പ്രഭുവിന്റെ വെളിപ്പെടുത്തലുകൾ കേസിൽ വഴിത്തിരിവാകുന്നതിനിടെയാണ് പോലീസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. കൂട്ടുപങ്കാളികൾ ഇപ്പോഴും രാജ്യതലസ്ഥാനത്തുണ്ട്, ഡൽഹി പോലീസിന്റെ കൺമുന്നിൽ തന്നെ. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കോട്ടയത്ത് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടി. കോട്ടയം അരീപ്പറമ്പിലാണ് 15-കാരിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായി. 3 ദിവസം മുൻപാണ് പെൺകുട്ടിയെ കാണാതായത്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴാണ് അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒരു 15 വയസ്സുകാരിയെ കാണാതായത് 3 ദിവസം മുൻപാണ്. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് അവസാനം വന്ന കോൾ എടുത്ത് പരിശോധിച്ചാണ് ഇവിടെ സമീപത്ത് ഒരു ഉണ്ടായിരുന്ന ഹോളോബ്രിക്സ് സ്ഥാപനത്തിലെ ഡ്രൈവർ, ടിപ്പർ ലോറി ഡ്രൈവർ അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ അജീഷ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുമായി കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയും പെൺകുട്ടിയെ എതിർക്കുകയും ചെയ്തു. തുടർന്നാണ് കൊലപാതകം നടന്നത്. അജീഷ് ജോലി ചെയ്ത സ്ഥാപനത്തിന് തന്നെ പറമ്പിൽ കുഴിച്ചിടുകയുമായിരുന്നു, ചാക്കിൽ കെട്ടി കുഴിച്ചിടുകയുമായിരുന്നു. എന്തായാലും മൃതദേഹം പോലീസ് പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. നാളെ മാത്രമായിരിക്കും, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയിരിക്കും. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം ഉണ്ടായേക്കില്ല, മറ്റന്നാളായിരിക്കും ഇതിന് സാധ്യതയുള്ളത്. എന്തായാലും കോട്ടയം ഡിവൈഎസ്പി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത് പ്രതിയിൽ നിന്ന് തന്നെ മൊഴി ലഭിച്ചിട്ടുണ്ട്. തന്നെ അതാണ് നേരത്തെ സൂചിപ്പിച്ചതും. അതായത് ഈ പെൺകുട്ടിയും ഇയാളും തമ്മിൽ കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്നു. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ 3 ദിവസം മുൻപ് ഈ ഒരു ലോറിയിൽ കയറ്റി പ്രതി ഈ ഹോളോബ്രിക് സ്ഥാപനത്തിൽ എത്തിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രതിയായ അജീഷ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും മൊഴി കൂടി വ്യക്തമായ സാഹചര്യത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പൂർത്തിയാക്കി മൃതദേഹം മാറ്റുകയും ചെയ്യും. എന്തായാലും ഈ കൊലപാതകം സംബന്ധിച്ച് വ്യക്തമായ വിവരം പ്രതിയുടെ മൊഴിയിൽ തന്നെ ഉണ്ട്. പ്രതി കുറ്റം സമ്മതിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ശരി ശ്രീജിത്ത്. ശബരിമലയിൽ ഒരു തടസ്സവുമില്ലാതെ 18ാം പടി ചവിട്ടി ദർശനം നടത്തിയതായി തിരിച്ചറിയൽ രേഖകളിൽ 48 വയസ്സുള്ള സ്ത്രീ. പോലീസ് സുപ്രീം കോടതിയിൽ നൽകിയ പട്ടികയിൽ 12ാം സ്ഥാനത്തുള്ള വെല്ലൂർ സ്വദേശിനി ശാന്തിയാണ് താൻ 3 വർഷമായി ശബരിമലയിൽ തുടർച്ചയായി ദർശനം നടത്തുന്നതായി പറയുന്നത്. ശാന്തിയുടെ ഭർത്താവ് നാഗപ്പൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ശബരിമലയ്ക്ക് വന്നിരുന്നോ? ഒരു ബസ് കയറി ഫുല്ല വന്നു 53 പേര്. பொண்ணுங்க வயசானவங்க வந்தாங்க ஒரு 2-3 பேரு. வயசுல எங்க சார் நாங்க கரெக்டா டேட்டா பார்த்து வச்சா வயசு கொடுக்குறோம். அந்த அட்டையில போட்டு வச்சுக்கிறோம் ஆதார் கார்டுல 1970. 1970. 48 years. 48 வயசு. நாங்க 3 வருஷமா போய்க்கிறோம் அந்த அம்மா. இந்த வருஷமே இல்ல 3 வருஷமா போறாங்க. இந்த சாந்தின்னு சொல்லுங்க. முதல்ல எப்ப வந்தது? முதல்ல இது 3வது வருஷம். ஒரு ப்ராப்ளமும் இல்ல. யாரும் எங்களை கேட்கவே இல்லை. போலீஸ் கீழச்சு கூட எல்லாரும் பார்த்தாங்க. ஆதார் அட்டை காமிச்சு அவங்க போயிட்டு கொடுத்தாங்க. 18 படி ஏறி இருமுடி செலுத்திட்டு தான் வந்தோம். മകരവിളക്ക് പൂജകൾക്ക് ശേഷം നടയടക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ശബരിമല ദർശനത്തിനായെത്തിയ യുവതികളെ മടക്കി അയച്ചു പോലീസ്. നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് ദർശനം നടത്താതെ മടങ്ങിയ രേഷ്മ, നിഷാന്ത്, ഷാനില എന്നിവരെയാണ് പോലീസ് നിലയ്ക്കലിൽ നിന്ന് തിരിച്ചയച്ചത്. പുലർച്ചെ 4:30യോടെയാണ് രേഷ്മ, നിഷാന്തും ഷാനിലയും 2 കാറുകളിലായി നിലയ്ക്കലിലെത്തിയത്. 6 സുഹൃത്തുക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു.
കൺട്രോൾ റൂമിലെത്തിയ ഇവർ ശബരിമല ദർശനത്തിനായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടെന്നും തിരിച്ചു പോകണമെന്നുമായിരുന്നു പോലീസിന്റെ നിലപാട്. യുവതികൾ ആദ്യം ഇതിന് തയ്യാറായില്ലെങ്കിലും പിന്നീട് സമ്മതിച്ചു. തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ ഇവർ എരുമേലി ഭാഗത്തേക്ക് നീങ്ങി. സംരക്ഷണം നൽകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ദർശനത്തിന് എത്തിയതെന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നവോത്ഥാന കേരളം ശബരിമലയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രതികരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടിയിരുന്നു ഇന്ന് സുരക്ഷ ഏർപ്പാടാക്കുമെന്നുള്ളത്. പക്ഷേ അവിടെ എത്തിയപ്പോ അതിന് സജ്ജീകരണങ്ങളോ സാധ്യതകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അത് ഇന്നും സുരക്ഷ ഒരുക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ തിരിച്ചയക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ചയും രേഷ്മയും ഷാനിലയും ശബരിമല ദർശനത്തിനായി പമ്പയിലെത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഇരുവർക്കും മടങ്ങേണ്ടി വരികയാണ് ഉണ്ടായത്. ന്യൂസ് 18 പമ്പ. ശബരിമല ദർശനത്തിനായി ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി വീണ്ടും തള്ളി. പത്തനംതിട്ടയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹർജി തള്ളിയത്. സന്നിധാനത്ത് സ്ത്രീയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കെ സുരേന്ദ്രന് കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം ലഭിച്ചത്. ശബരിമലയിൽ പ്രവേശിച്ച യുവതികളുടെ പട്ടികയിൽ തെറ്റായ വിവരങ്ങൾ കടന്നുകൂടിയതിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് സർക്കാർ. വിവാദമായ സാഹചര്യത്തിൽ ദർശനം നടത്തിയ മുഴുവൻ സ്ത്രീകളുടെയും പട്ടിക പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. വിഷയത്തിൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സർക്കാർ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവരുടെ വിവരങ്ങൾ കോടതിയിൽ കൈമാറുക മാത്രമാണ് ചെയ്തത്. സുപ്രീംകോടതി വിധി നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പരിശോധന നടത്തേണ്ട കാര്യമില്ല. ഇതാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതിനെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം. പട്ടികയിൽ സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്ന് ദേവസ്വം മന്ത്രി പ്രതികരിച്ചു. എന്നാൽ തെറ്റായ വിവരങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി. ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല, കാര്യം ഞങ്ങളല്ല ലിസ്റ്റ് കൊടുത്തത്. ഇന്റർനെറ്റ് കഫേകളെ ആശ്രയിച്ച് വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പ്രായം ഉൾപ്പെടെ വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയതാകാമെന്നാണ് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും പ്രതികരണം. ഇതാണ് പോലീസും ആയുധമാക്കുന്നത്. ദേവസ്വം ബോർഡിന് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സംവിധാനം ഇല്ലെന്നും അപാകതയുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കട്ടെ എന്നുമായിരുന്നു ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. കാരണം ദേവസ്വം ബോർഡ് അല്ലല്ലോ കണക്ക് അങ്ങനെ കൊടുത്തത്, ഗവൺമെന്റ് കൊടുത്തു. ഗവൺമെന്റിൽ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് പറയാൻ പറ്റും? തെറ്റായ വിവരങ്ങൾ നൽകി മുതലെടുപ്പിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമലയിൽ ഉള്ള ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയായി പോയി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അക്ഷന്തവ്യമായ തെറ്റാണത്. ആ തെറ്റ് കേരളം ഒരിക്കലും പൊറുക്കില്ല. 51 കൂടുതൽ യുവതികൾ കയറിയിട്ടുണ്ടാകാമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പ്രതികരിച്ചപ്പോൾ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പട്ടികയുടെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇത് 51 ഒരുപാട് സ്ത്രീകൾ പോയിട്ടുണ്ട്. അതൊന്നും ഇതിപ്പോ ഒരു കണക്ക് അവിടെയുള്ളത് വെച്ചുകൊണ്ട് കണക്ക് വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി പോലെയുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയിൽ ഗവൺമെന്റ് വളരെ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിന് അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ബിന്ദുവിനും കനകദുർഗയ്ക്കും വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗിനെ പണം നൽകിയത് കേരള സർക്കാരാണെന്ന് ബിജെപി അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തന്ത്രിക്കെതിരായ കോടതിയലക്ഷ്യ നടപടി നിലനിൽക്കില്ലെന്ന തന്റെ നിലപാട് സത്യമാണെന്ന് തെളിഞ്ഞതായും ശ്രീധരൻപിള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനിതാ മതിലിൽ സഹകരിക്കാത്തതിന്റെ പേരിലാണ് ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപനെതിരെ ജാമ്യമില്ലാ കേസെടുത്തതെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. അത് റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമീപിച്ച പ്രയർ സുപ്രീം കോടതി റിജക്ട് ചെയ്തിരിക്കുന്നു. ആലപ്പാട് ഖനനം സംബന്ധിച്ച VSന്റെ പ്രസ്താവന കാര്യങ്ങൾ മനസ്സിലാക്കാതെയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ VS തിരുത്തുമെന്നും കോടിയേരി പറഞ്ഞു. അങ്ങനെയൊന്നും VS പറഞ്ഞിട്ടില്ല, വെറുതെ അതിനെ ദുർവ്യാഖ്യാനിക്കണ്ട. VS അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മുന്നണി വിപുലീകരിക്കേണ്ടതായിട്ട് വരും. പഴയകാല ഇത് നോക്കിയിട്ടല്ല ചെയ്യാന്നുള്ളത് VS വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നൊരു വാചകം മാത്രം എടുത്ത് VSന്റെ തലയിൽ കാരണം VS അതിലെടുത്തിരിക്കുന്ന പൊതു നിലപാട് ദോഷകരമായിട്ടുള്ള നിലപാടല്ല. അത് ഒരു വിവാദമാക്കേണ്ട വിഷയമൊന്നും അതിനകത്തില്ല. ഞാനത് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ ഐക്യം.
ബിജെപി വിരുദ്ധ മുന്നണിയുടെ വേദിയായി കൊൽക്കത്തയിലെ ഐക്യ ഇന്ത്യ റാലി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഘടിപ്പിച്ച റാലിയിൽ ഇടതു പാർട്ടികളൊഴികെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം പങ്കെടുത്തു. റാലിയിൽ സംസാരിച്ച നേതാക്കളെല്ലാം നരേന്ദ്രമോദിയെ ബിജെപി ഭരണത്തെയും കടന്നാക്രമിച്ചു. തെരഞ്ഞെടുപ്പോടെ ബിജെപി ഭരണത്തിന് വിരാമമാകുമെന്ന് മമതാ ബാനർജി പറഞ്ഞു. അതേസമയം ആരാണ് പ്രതിപക്ഷത്തിന്റെ മുഖമെന്ന് വ്യക്തമാക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. മഹാസഖ്യം തനിക്കെതിരെയല്ല, രാജ്യത്തെ മൊത്തം ജനങ്ങൾക്കെതിരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. बीजेपी को एक भी वोट आने वाला दिन नहीं देना चाहिए। ओ आया तो देश गया, ओ जाए तो देश के लिए मंगल है। कौन प्रधानमंत्री बनेगा ये मेरा का जरूरी बात नहीं है। हम लोग चाहते हैं बीजेपी जाए, वो पूरा जाए, उसको बाद हम लोग फैसला कर लेंगे और 5 साल के लिए अच्छा सरकारी बनेंगे। രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിക്കാതെ കർണാടക. കോൺഗ്രസിന്റെ 76 എംഎൽഎമാർ ഇപ്പോഴും റിസോർട്ടിൽ തുടരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 2 എംഎൽഎമാർ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കില്ലെന്നും ബിജെപി എംഎൽഎമാർ ഹരിയാനയിൽ നിന്ന് മടങ്ങിയെത്തുമെന്നും ബി.എസ്. യെദ്യൂരപ്പ അറിയിച്ചു. ബംഗളൂരുവിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് 4 എംഎൽഎമാർ വിട്ടുനിന്നതോടെയാണ് ഓപ്പറേഷൻ താമരയുടെ തണ്ട് പൂർണ്ണമായും ഒടിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായത്. ഇതോടെ എംഎൽഎമാരെ കോൺഗ്രസ് റിസോർട്ടിലേക്ക് മാറ്റി. കോൺഗ്രസിന്റെ 76 എംഎൽഎമാരെയാണ് മുതിർന്ന നേതാവും മന്ത്രിയുമായ ഡി.കെ. ശിവകുമാറിന്റെ റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന നാഗേന്ദ്രയും ഉമേഷ് ജാദവും കാരണം അറിയിച്ചെങ്കിലും വിമത നേതാവും മുൻ മന്ത്രിയുമായ രമേശ് ജാർക്കിഹോളിയും മഹേഷ് കുമത്തലിയും ഇതുവരെ നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടില്ല. മുംബൈയിൽ തങ്ങുന്ന ഇവർ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ ബി.എസ്. യെദ്യൂരപ്പ കോൺഗ്രസ് ജെ.ഡി.എസ് സർക്കാരിനെ ബി.ജെ.പി അട്ടിമറിക്കില്ലെന്ന പരസ്യപ്രഖ്യാപനം നടത്തിയത്. ഓപ്പറേഷൻ താമര വാടിപ്പോയതിന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം യെദ്യൂരപ്പയെ ശാസിച്ചതായി വാർത്ത പുറത്തുവന്നിരുന്നു. തുടർന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ അട്ടിമറി ശ്രമം ഉപേക്ഷിച്ചതായി പരസ്യപ്രഖ്യാപനം നടത്തിയെന്നാണ് സൂചന. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി ജെഎൻയുവിൽ നടന്ന പരിപാടിയിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ച കേസിൽ കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പോലീസ് കുറ്റപത്രം സ്വീകരിക്കാൻ കോടതി വിസമ്മതിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള കുറ്റപത്രത്തിന് ഡൽഹി സർക്കാർ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി തീരുമാനം. സർക്കാർ അനുമതി വാങ്ങാതെ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് നടപടിയെ കോടതി വിമർശിച്ചു. 10 ദിവസത്തിനുള്ളിൽ സർക്കാർ അനുമതി വാങ്ങുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കുന്നതിന് കോടതി അടുത്ത മാസം 6 മാറ്റി.